ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ എഫ്ഐആറിൽ നിർബന്ധിത മതപരിവർത്തനമെന്ന കുറ്റം രണ്ടാമത് കൂട്ടിച്ചേർത്തെന്ന് CBCI. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും അക്രമികളായ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും CBCI വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ എഫ്ഐആറിലെ പൊരുത്തക്കേടുകൾ CBCI സ്ഥിരീകരിച്ചു. മനുഷ്യക്കടത്ത് മാത്രമാണ് ആദ്യ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത്. എഫ്ഐആറിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ രണ്ടാമതായി കൂട്ടിച്ചേർത്തത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടസ്സപ്പെടുത്താനാണെന്നും CBCI പ്രതികരിച്ചു. You see the FIR which is already lodged. Under section 154 it is said that there is no word conversion inserted in the FIR. And under 173 they have fabricated the word in order to make it, when they concluded the filing the thing, they have added conversion. ദുർഗിൽ നടന്നത് ഭരണഘടനാ ലംഘനമാണ്. അക്രമികളായ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും CBCI വക്താക്കൾ പറഞ്ഞു. ബജ്രംഗ് ദൾ ദേശവിരുദ്ധരാണെന്നും ഒരു മാസത്തിനുള്ളിൽ നടന്ന മൂന്നാമത്തെ സംഭവമാണ് ഛത്തീസ്ഗഡിലേതെന്നും CBCI ചൂണ്ടിക്കാണിച്ചു. We want to stick to the term anti-national element. Because these type of dulls, and every now and then the people come up and then they do all kind of things against the constitution. So this is also against constitution. So these are anti-national elements who act against the constitution. അതേസമയം സംഭവത്തിൽ ഇടപെട്ട ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയോട് CBCI നന്ദി അറിയിച്ചപ്പോൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും CBCI വ്യക്തമാക്കി. Sri John Brittas, MP from Kerala, and he is always in touch with me, and he is very closely monitoring and following it up. രാജ്യത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആക്രമണം നിരവധി തവണ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ജാമ്യാപേക്ഷ നൽകുന്നത് പരിഗണനയിലാണെന്നും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് മോചനം സാധ്യമാക്കണമെന്നും CBCI ആവശ്യപ്പെട്ടു. അതിനിടെ അക്രമികളായ ബജ്രംഗ് ദൾ പ്രവർത്തകരെ പിന്തുണച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി രംഗത്തെത്തി. മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടന്നിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും എക്സ്പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി പ്രതികരിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.